ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബയോസ്പേസ്. ഇന്ന് നമുക്ക് നെക്സ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പോയിന്റ് നമുക്ക് ദ ടു ചെയിൻസ് ആർ കോൾഡ് ഇൻ എ റൈറ്റ് ഹാൻഡഡ് ഫാഷൻ. അതായത് നമ്മുടെ ഡി എൻ എയുടെ കോയിലിംഗ് എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിങ്ങനെ സ്പൈറലി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തല്ലേ പോകുന്നത്. അതൊരു ക്ലോക്ക് വൈസ് രീതിയിൽ ഒരു റൈറ്റ് ഹാൻഡഡ് ഫാഷനിലായിരിക്കും പോവുക. അങ്ങനെയുള്ള ഡി എൻ എ നമ്മുടെ ഡി എൻ എനെ നമ്മൾ ബി ഡി എൻ എ എന്നാണ് പറയുക. എന്താണ് ബി ഡി എൻ എ? അതായത് പല ടൈപ്പ് ഡി എൻ എ ഉണ്ട്. എ ഡി എൻ എ, സെഡ് ഡി എൻ എ, ബി ഡി എൻ എ. അപ്പം ഇത്ര മാത്രം ഓർത്താൽ മതി. ബി ഡി എൻ എ ആണ് റൈറ്റ് ഹാൻഡഡ് ഫാഷനിലുള്ള ട്വിസ്റ്റിംഗ് ആയിരിക്കും അതിനുണ്ടായിരിക്കും. ഓക്കെ, ദ പിച്ച് ഓഫ് ദി ഹെലിക്സ് ഇസ് 3.4 നാനോമീറ്റർ. അതായത് ഇപ്പം നമ്മുടെ ഡി എൻ എയുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ അതിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതിനാണ് നമ്മൾ 1 ടേൺ എന്ന് പറയുക. 1 ടേൺ, അതായത് ഇപ്പം ചിലപ്പം ഡൗട്ട് വരാം, ഇവിടം തൊട്ട് ഇവിടം വരെ ആയിരിക്കില്ലേ 1 ടേൺ. പക്ഷെ അത് അങ്ങനെയല്ല. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതിനാണ് നമ്മൾ ഒരു ടേൺ എന്ന് പറയുക. അതിനാണ് നമ്മൾ പിച്ച് ഓഫ് ദി ഡി എൻ എ എന്ന് പറയുക. പിച്ച് ഓഫ് ദി ഡി എൻ എ എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു, അത് എത്രയായിരിക്കും? വിച്ച് വിൽ ബി ഈക്വൽ ടു 3.4 നാനോമീറ്റർ ആയിരിക്കും പിച്ച് എന്ന് പറയുന്നത്. 3.4 നാനോമീറ്റർ അല്ലെങ്കിൽ നമുക്ക് 34 ആങ്സ്ട്രം എന്ന് പറയാം. അതായത് 1 നാനോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁻9 മീറ്റർ ആണ്. അതേപോലെ 1 ആങ്സ്ട്രം ഈസ് ഈക്വൽ ടു 10⁻⁻10 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പിച്ച് ഓഫ് ദി ഡി എൻ എ പറയുന്നുണ്ട്, പിന്നെ വാല്യൂ പറയുന്നുണ്ട്. ദെൻ there are roughly 10 base pairs in each turn. ഓരോ ടേൺ എടുക്കുകയാണെങ്കിൽ 10 ബേസ് പെയർസ് ഉണ്ടാവും. അതായത് നമുക്കറിയാം ബേസ് പെയർ എന്താ, നൈട്രോജനസ് ബേസസ് എന്താണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം. അതിൽ 10 ബേസ് പെയർസ് എന്ന് പറയുമ്പോഴത്തേക്കും 1 2 3 4 5 1 2 3 4 5 അങ്ങനെ ടോട്ടൽ എത്ര ബേസ് പെയർസ് ഉണ്ടാവും? ഇതിൽ മൊത്തത്തിൽ 10 ബേസ് പെയർസ് ഉണ്ടാവും. ഓക്കെ, then next, the distance between a base pair and a helix is approximately 0.34 നാനോമീറ്റർ. സോ സിമ്പിൾ. അതായത് ഒരു രണ്ട് ബേസ് പെയറിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.34 നാനോമീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ടോട്ടൽ ഉള്ള ഡിസ്റ്റൻസ് എത്രയാണ് പറയുന്നത്? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ബേസ് പെയർസ് ഉണ്ട്? ടോട്ടൽ ബേസ് പെയർസ് ഈക്വൽ ടു എത്രയാണ്? 10 ബേസ് പെയർസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ബേസ് പെയറിന്, അതായത് രണ്ട് ബേസ് പെയറിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കാണാനായിട്ട് എന്ത് ചെയ്യുക? ഈ ടോട്ടൽ ഡിവൈഡ് ബൈ 10 ചെയ്താൽ പോരെ? 3.4 ഡിവൈഡ് ബൈ 10 എന്ത് വരും? 0.34 നാനോമീറ്റർ എന്ന് വരും. സോ സിമ്പിൾ, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ആ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ഡിസ്കസ് ചെയ്യാം. അതായിരിക്കും ടാറ്റ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.